അത് അതിൻ്റെ മൂല അർത്ഥമൊന്നുമുണ്ട്. അതിൻ്റെ ഒരു സോഷ്യൽ മാനിഫെസ്റ്റേഷനാണ്. ഞാനിങ്ങനെയൊന്നും പബ്ലിക്കിൽ അധികം പോകാത്തൊരു മനുഷ്യനാണ്. എനിക്ക് പബ്ലിക് ജീവിതം അത്ര ഇഷ്ടമുള്ളതല്ല. പക്ഷെ ഇപ്പോൾ എല്ലാ ദിവസവും 5-6 മണിയാകുമ്പോൾ പബ്ലിക്കിൽ വന്ന് എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നു. ഈ സോളിറ്റ്യൂഡിൽ ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി റോഡ് വഴി നടക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് പലരും. അത് എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഒരു ബലമായ ഒരു ശക്തി എന്നെ ഇത് പ്രകടിപ്പിച്ച് എൻ്റെ കാലിനെ അങ്ങോട്ട് അനക്കിടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ 6500 കിലോമീറ്റർ കന്യാകുമാരി തൊട്ട് ശ്രീനഗർ വരെ നടക്കാമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഭ്രാന്താണ് ഇന്നത്തെ കാലത്ത്. പക്ഷെ അത് ചിന്തയല്ല, ചിന്തയിൽ കവിഞ്ഞ എന്തോ ഒരു ശക്തിയാണ് ഇത് എന്നെ ഇതിൽ കൂടി കൊണ്ടു നടക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ആ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹവും പ്രേമവും മാത്രമാണ്. അല്ലാതെ എനിക്ക് വേറെ യാതൊരു അജണ്ടയില്ല. എൻ്റെ ഗുരു മഹേശ്വരനാഥ് ബാബാജി വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, നീ ഒരു ദിവസം കന്യാകുമാരി വിട്ട് ശ്രീനഗർ എന്ന് പറഞ്ഞില്ല, കശ്മീർ വരെ നീ നടക്കും. നിന്റെ കൂടെ കുറേ ആളുകൾ നടക്കുന്നു. എനിക്കങ്ങ് പേടിയായി. കാരണം ഞാൻ അന്ന് വിചാരിച്ചിരുന്നത് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് സുഖമായിട്ട് ആനന്ദമായിട്ട് സമാധിയിരിക്കണമെന്ന് ഒറ്റ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വെട്ടി. ഞാൻ തന്നെ ചെയ്യുന്നത് നീ തന്നെ ചെയ്യണം. പണ്ടൊരു കാലത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നീ എന്താണെന്നാണ് നിന്റെ വിചാരം? ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ബാബാജിയുടെ ഒരു പട്ടിയാണ്, ഒരു നായയാണ്. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, അധികം വാലമിട്ടത്. അതുകൊണ്ട് അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ട സമ്പ്രദായത്തിൽ ഒരു വാക്കുണ്ട്, ആദേശം. ട്രീറ്റ് ചെയ്യുന്നത് നാട്ട സമ്പ്രദായം, അത് വിടുന്നത്. അതിനെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നത് ആദേശം, പറഞ്ഞാൽ ചെയ്യാം ആദേശം. പിന്നെ ഞാൻ 2 കൈകളെടുത്ത് ആദേശം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചത് എപ്പോഴാണ് ഇങ്ങനെ നടക്കാൻ പോകുന്നത്. ഇതിനു മുമ്പേ ഞാൻ പലയിടത്തും ഹിമാലയത്തിൽ ബാബാജിയുടെ ഒപ്പം നടന്നിട്ടുണ്ട്. ബാബാജി അദ്ദേഹമാണെങ്കിൽ ഒരു ബാനറില്ല, ഒരു ഓർഗനൈസേഷൻ ഇല്ല, ചെരുപ്പ് പോലും ഇല്ല, കാലിൽ ഒരു വാഹനത്തിലും കയറിയില്ല. അങ്ങനെ നടന്ന ഒരു യോഗി, ഒരു മഹായോഗിയുടെ കൂടെ ഞാനും കുറെ കാലം നടന്നു, 3 കൊല്ലം. പക്ഷെ ഇതുപോലെയുള്ള നടത്തല്ല. അത് ആത്മാവിന് ആനന്ദമായിട്ട് ഏത് വിധത്തിൽ കാണാൻ പറ്റുമോ അതിനെ തിരക്കിയുള്ള ഒരു നടപ്പാണ്. ഈ 3 കൊല്ലമായപ്പോൾ ബാബാജിയുടെ ആശീർവാദം കൊണ്ട്, ബ്ലെസ്സിങ്സ് കൊണ്ട് എൻ്റെ മനസ്സ് വളരെ ഒരു സ്ഥിരപ്രജ്ഞ അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ഞാൻ വിചാരിച്ചു പ്രശ്നമൊന്നുമില്ല, കഴിഞ്ഞ് പോവാം. ഗംഗയുടെ വെള്ളം കിട്ടിയ, ആഹാരം കിട്ടിയാൽ കഴിക്കുക, അതെല്ലാം ഒന്നുമില്ല, എവിടെ വേണോ നടക്കാം. ബാബാജിയെ പോലെ ഞാൻ മൂർഷനായി എന്ന് വിചാരിച്ചപ്പോൾ ബാബാജി എന്നോട് വിളിച്ച് പറഞ്ഞു, എനിക്ക് ഇനി തിരിച്ചു പോകേണ്ടി വരും. തിരിച്ചു പോകണം, തിരിച്ചു പോകണം. ഇനി തിരിച്ചു പോയി സന്യാസം എനിക്ക് പറഞ്ഞിട്ടില്ല. ഇനി തിരിച്ചു ലോകത്ത് പോയി സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ വിവാഹിതനായി കുട്ടികളായി ജോലി ചെയ്തു. ഞാൻ പറഞ്ഞു, ഇത്രയും ആനന്ദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അത് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പറയാൻ പറഞ്ഞു, ഇത്രയും കാലം എന്നെ ഞാൻ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത്. ഞാൻ വിചാരിച്ച
ഇതിനെ ഞാൻ ഒരു അൺസെൽഫിഷാക്കി മാറ്റിയെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്ക് വളരെ സെൽഫ് സെൻറ്റേഡ് ആയിപ്പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അവർ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം, എന്ത് പറഞ്ഞാലും ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു ഘട്ടമാണ് ഈ നടത്താൻ. ഇന്ന് ഞാൻ 66-ാമത്തെ വയസ്സിൽ ചെയ്യും. എനിക്ക് ഇതുവരെ ധൈര്യം വന്നില്ല ഇത് നടക്കാനായി. മനസ്സിലുണ്ടായി ഒരുപാട് വർഷമാണ്. പിന്നെ ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചപ്പോൾ ആദിശങ്കരാചാര്യ ഒരു കാലത്ത് ഒരു ഫെസിലിറ്റിയും ഇല്ലാത്ത സമയത്ത് കേരളത്തിൽ നടന്ന ശ്രീനഗറിൽ കേദാർനാഥിൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു നമുക്കൊന്ന് നോക്കാം. പിന്നെ വന്നത് സ്വാമി വിവേകാനന്ദൻ്റെ യാത്ര. അദ്ദേഹം പാദയാത്ര നടന്നു. അത് എൻ്റെ ബഹുമാനപ്പെട്ട സുരേഷ് കുറുപ്പ് അദ്ദേഹം പറഞ്ഞതുപോലെ ഷിക്കാഗോയിൽ പോയി എല്ലാവരും അറിയുന്നതിന് മുമ്പ് അൺനോണായിട്ട് നടക്കുന്ന സമയത്തില്ലേ പലയിടത്തും പല പേരുകളുമായിരുന്നു. ചിലപ്പോൾ സച്ചിദാനന്ദൻ പറയും, ചിലപ്പോൾ വിവേകാനന്ദൻ പറയും. പക്ഷെ ആരും ഐഡന്റിഫൈ ചെയ്തതെന്ന് പറയും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ നടന്നാണ് ഈ രാജ്യത്തിൻ്റെ പൾസ്, ഇതിൻ്റെ എന്താ പറയുക കോർ എന്തോന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായി കണ്ടിട്ട് കന്യാകുമാരിയിൽ പോയി കടലിൽ നീന്തി പുറത്ത് പോയി ഇരുന്ന് ധ്യാനിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ പ്ലാൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. അത് ആലോചിച്ച് അതിനെപ്പറ്റി ചിന്തിച്ചാണ് ഞങ്ങൾ കന്യാകുമാരിയിൽ 12 ജാനുവരി 2015 12-ാം തീയതി അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിയുടെ സമയത്ത് അവിടെ നിന്ന് ഈ പാദയാത്ര ആരംഭിച്ചു. കന്യാകുമാരിയിൽ വേറെ കാര്യമുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ ലാൻഡ് സെന്റാണ്, അതിനപ്പുറമൊന്നുമില്ല. രണ്ടാമത്, 3 കടലുകൾ ഒന്നിച്ചു ചേർന്ന് സംഗമമാകുന്ന ഒരു സ്ഥലമാണ്. അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷൻ്റെ 3 ചേർന്ന്. അവിടെ വലിയൊരു സന്ദേശം. ഇത് എൻ്റെ സന്ദേശമല്ല, സ്വാമി വിവേകാനന്ദൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഋഷിമാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. 2000 കൊല്ലം മുമ്പേ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാത്രമായ സന്ദേശമല്ല, ഇത് തികച്ചും ഒരു ഭാരതീയ സന്ദേശമാണ്. ഏകം സത്വിപ്ര ബഹുധാരണം ചെയ്യുന്നു. സത്യം ഒന്നേ ഉള്ളൂ. വിപ്രന്മാരെ പല പേരിലും വിളിക്കുന്നത് 2000 കൊല്ലം മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് എനിക്ക് ഒരു തിയറിയല്ല, ബാബാജിയുടെ ബ്ലെസ്സിങ്സ് കൊണ്ട് എനിക്കൊരു അനുഭവമാണ്. ആ അനുഭവത്തെ ആളുകളോട് സംസാരിച്ച് മനസ്സിലാക്കിക്കാനാണ് ഞാൻ ഇറങ്ങി നടക്കുന്നത്. ഒരു കാലത്ത് ഈ സ്വാമി വിവേകാനന്ദൻ വേലൂർ മറ്റെല്ലാം എത്തിക്കഴിഞ്ഞു. ദരിദ്രനാരായണ സേവയാണ് ഏറ്റവും വലിയ ആരാധന എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഇതൊക്കെ പുതിയ കണ്ടുപിടുത്തമാണ്, നീ അമേരിക്കയിൽ പോയി കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ഗുരു അവരെ ശ്രീരാമകൃഷ്ണ പരമഹംസനെ ഠാക്കൂർ എന്നാണ് പറഞ്ഞത്. ഠാക്കൂർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഠാക്കൂർ പറഞ്ഞിട്ടുള്ളത്? സാധന ചെയ്ത് സമാധിയിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ദരിദ്രനാരായണ സേവ എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നിന്റെ കണ്ടുപിടുത്തമാണല്ലോ അദ്ദേഹം പറഞ്ഞു. സ്വാമി വിവേകാനന്ദന് ഷിക്കാഗോയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ പടം. വളരെ റോയൽ സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും വാക്കിംഗ് ഷൂസും ഒക്കെ. ഇത് കേട്ട ഉടനെ അദ്ദേഹം റൂമിനകത്തേക്ക് അതെല്ലാം മാറ്റി ദൗർബീനമുണ്ടായി എടുത്ത് കെട്ടി കയ്യിലൊരു കമണ്ടലുണ്ട്, ചെരുപ്പില്ലാതെ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഠാക്കൂർ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ വേലൂർ മറ്റുള്ള നിങ്ങൾ എന്ത് വേണം ചെയ്തോ,
ഞാൻ എപ്പോഴും ഒരു സന്യാസം, ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറമേ നിന്ന് പോയി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ അറിയാതെ പറഞ്ഞപ്പോൾ അന്നും തിരിച്ചു വരണം. നമ്മളില്ലാതെ ഈ ഒരു ഓർഗനൈസേഷൻ ഒന്നുമില്ല. താക്കൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നരനെ അറിയാം ഞാൻ എന്താണ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ തെറ്റുപറ്റി പോയി പറഞ്ഞതാണ്. അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവന്ന് അവരെല്ലാം ഒന്നിച്ചിരുന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം നമ്മുടെയൊക്കെ കാലത്തിന് മുമ്പിലും ഈ രാമകൃഷ്ണൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് നടന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിൻ്റെ കെയർ ടേക്കറായിരുന്ന മാധുർ ബാബുവിൽ കൊണ്ട് അദ്ദേഹം ദേവഘറിൽ വൈദ്യനാഥ് ദർശനം. വൈദ്യനാഥ് എന്ന് പറയുന്നത് ദേവഘറിലാണ്, ഒരു ജ്യോതിർലിംഗമാണ്. ഇപ്പം പണ്ട് ബീഹാറിലായിരുന്നു, ഇപ്പം ജാർഖണ്ഡ്. അവിടെ പോയപ്പോൾ ആ സമയത്ത് ദേവഘർ എന്ന് പറയുന്ന വില്ലേജിൽ ഭയങ്കര ഡ്രൗട്ടും ഫാമിലിയും ഒക്കെയായി ഒരുപാട് ആളുകൾ മരിക്കുന്നത്, ആഹാരമില്ലാതെ മരിക്കുന്ന സമയമാണ്. കോളറ ഉണ്ടായിരുന്നു, ടൈഫോയിഡ്, പല അസുഖങ്ങളും, ആഹാരമില്ല, അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് അവരവിടെ വിളിച്ചത്. രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വൈദ്യനാഥിലേക്ക് പോയിട്ടില്ല. മറ്റുള്ളവർ പറഞ്ഞ് ഇത്രയും പാടുപെട്ട് ഇതിനു വേണ്ടിയാണ്, ദർശനത്തിന് വേണ്ടി. ഇല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ ആഹാരം കഴിക്കാനില്ലാതെ വിശന്ന് കിടക്കുന്ന ദൈവങ്ങളുടെ സേവയിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പല്ലാറ്റിൽ നിന്നും ഇറങ്ങി ആളുകളിടയിലെന്നത്. മാതൃഭാവനോട് പറഞ്ഞു, തിരിച്ച് എന്നെ ദക്ഷിണേശ്വരൻ കൽക്കത്തയിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ ഇരിക്കുന്നവർക്കെല്ലാം ആഹാരം എവിടെ നിന്നെങ്കിലും നീ വരുത്തി ഇവരുടെ വിശപ്പ് മാറാതെ ഞാനിവിടെ നനയുന്നില്ല, എനിക്ക് വൈദ്യനാഥിൽ പോകണം. അതൊക്കെ അവരെ ഇറങ്ങിയിരിക്കുന്നത് മാത്രമല്ല, ആഹാരം കഴിക്കാതെ വെറും അസ്ഥിയായി മാറ്റി ചില ആളുകളുടെ അടുത്ത് പോയി കൈ വെച്ച് അവിടെ ഇല്ലായിരുന്നു. മാത്രമല്ല പറഞ്ഞു, അദ്ദേഹം പ്രിൻസായിരുന്നു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉടനെ തന്നെ 3 ദിവസത്തിനകം അവർക്ക് ആവശ്യമുള്ളതെല്ലാം സ്വീകരിച്ച് കൽക്കത്തയിൽ കൊണ്ടുവന്ന് തിരിച്ച് അവർക്കെല്ലാം കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ശ്രീരാമകൃഷ്ണൻ അവൻ എണീറ്റത്. എന്തുകൊണ്ടാണ്? ആ ഹൃദയം പ്രേമം കൊണ്ടും സ്നേഹം കൊണ്ടും നിറഞ്ഞ ഒരു ഹൃദയമാണ്. അടുത്ത വീട്ടിൽ ഒരാളെ കരയുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിന് മുമ്പ് എൻ്റെ വിശ്വാസം ആയിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സർവവ്യാപിയായ ഈശ്വരൻ ഈശാവാസ്യമിടം സർവം എന്ന് പറഞ്ഞിട്ടുള്ള സർവവ്യാപിയായ ഈശ്വരൻ, ആ ഈശ്വരൻ്റെ ഒരു അംശം ജീവാത്മാവായിട്ട് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലുണ്ട്, എല്ലാ ജീവികളുടെയും ഹൃദയത്തിലുണ്ട്. മനുഷ്യനിലുണ്ടെങ്കിൽ മനുഷ്യന് മാത്രമേ അത് അങ്ങോട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കൂ. ഇത് എല്ലാവർക്കും ഒന്നാണ്. ഏത് മതത്തിലാണെങ്കിലും, എങ്ങനെയുള്ള ആളാണെങ്കിലും, നല്ല ആളാണെങ്കിലും, ചീത്തയാളാണെങ്കിലും, ആ ഹൃദയത്തിനുള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്നത് ആ സർവ്വവ്യാപി ഭഗവാന്റെ ഒരു അംശമാണ്. ഭഗവത്ഗീതയിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരവും, ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ളിലുള്ള ആത്മാവിൻ്റെ അംശമാണ്. ക്ഷേത്രജ്ഞ ഇത് അനുഭവം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് ആളുകൾ തമ്മിൽ തരുന്നതും ആവശ്യമില്ലാതെ ഹിംസയുണ്ടാക്കുന്നതും കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഈ വാസ്തവത ഒന്നുകൂടെ മനുഷ്യന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഇറങ്ങുന്നത്. ഇത് ഈ ഭാരതത്തിലെ സോഴ്സ് ഇത് തന്നെയാണ്. ആ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത് വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഐഡിയ ഒന്നുമല്ല. ഇന്ന് ഈ രാഷ്ട്രം
പലരും പഠിക്കാനായിട്ട് അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ ആളുകൾ വന്നു പോകുന്നുണ്ട്. ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാവരും പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്ന കാലമുണ്ടായിരുന്നു. തിരിച്ച് നമുക്ക് ആ സ്ഥിതിയിൽ കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നാണ്, മാനവ ഏകത ഒന്നാണ്, എല്ലാവരെയും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ ഏത് മതത്തിലായാലും ഏത് വിശ്വാസമാണെങ്കിലും ഞാൻ ചിലർക്ക് പറയാറുണ്ട്, എൻ്റെ ദൈവമില്ല എന്ന് പറഞ്ഞാലും വേണ്ടില്ല, നല്ല കാര്യങ്ങൾ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം തന്നെത്താനെ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നു. ഭഗവത്ഗീതയിൽ 12-ാമത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ അർജുനൻ കൃഷ്ണ ഭഗവാനോട് ചോദ്യം ചോദിച്ചു, ആരാണ് അങ്ങയുടെ ഏറ്റവും അടുത്ത ഭക്തൻ? ആരാണ് അങ്ങയുടെ അഭിപ്രായം അനുസരിച്ച് ആരാണ് ഏറ്റവും വലിയ യോഗി? എനിക്കൊന്ന് പറഞ്ഞതാണ്. പല കാര്യങ്ങളുണ്ട്, അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത് സർവഭൂത വിവേകത എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും വെൽഫെയർ മനസ്സിലുള്ള ആരെയാണ് ഞാൻ ഏറ്റവും വലിയ ഭക്തനാണ്. ഇത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, മാനവികത എന്ന് പറഞ്ഞ ഐഡിയ വെച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ഭാരതം മാത്രമല്ല, നമുക്ക് ലോകത്തിനും ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ സാധിക്കും. ആ ഒറ്റ ഒരു കാര്യത്തിനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ. ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ കോട്ടയ്ക്കകത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വെളിയിൽ അദ്ദേഹം അവിടെ വന്ന് ഒരു പ്രഭാഷണം കേൾക്കാനിരുന്നു. ഒരു ഭാഗവതർ ഭഗവത്ഗീത പഠിപ്പിക്കുകയാണ്. സംസ്കൃതത്തിലാണ് പറയുന്നത് മുഴുവൻ. അപ്പോൾ കുറേ ആളുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഈ കൈവണ്ടിയുമായിട്ട് അവിടെ വന്നു. കൈവണ്ടി കൊണ്ടുപോകുന്ന ഒരാളാണ്. അദ്ദേഹം വണ്ടി അവിടെ വെച്ചിട്ട് അദ്ദേഹം കൂടെ വന്ന് അവിടെ അങ്ങ് ഇരുന്നു. സത്സംഗത്തിൽ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. സംസ്കൃതം അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇയാൾക്ക് സംസ്കൃതം അറിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഡെഫിനറ്റായി. കാരണം വണ്ടി വലിക്കുന്ന ആൾക്ക് എന്ത് സംസ്കൃതം അറിയാം എന്ന് അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ നോക്കിയപ്പോൾ ഈ വണ്ടി വലിച്ചു വന്ന ആളിൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകും. ആനന്ദകരമായ ഒരു കണ്ണുനീര്. നമുക്ക് ദുഃഖമുണ്ടെങ്കിലും സുഖമുണ്ടെങ്കിലും ഉണ്ടാവുന്നതാണ്. ഈ സുഖമായിങ്ങനെ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു അയാളോട് ചോദിച്ചു, തനിക്ക് സംസ്കൃതം അറിയാമോ? അറിഞ്ഞൂടാ. അത് ചോദിച്ചങ്ങനെ ഭാഷ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ചോദിച്ചു. അറിയില്ല. പിന്നെ അദ്ദേഹം ഇങ്ങനെ കാണിച്ചു, നീ കരഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ പുള്ളി ഒരാളെ വിളിച്ചു ഇദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മലയാളത്തിൽ ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ വന്നതൊരു സംസ്കൃതം അറിയാവുന്ന ഒരു നമ്പൂതിരി ഇദ്ദേഹത്തിനോട് പറയാൻ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് കരയുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സംസ്കൃതം അറിഞ്ഞുകൂടാ, പക്ഷെ ഞാനിവിടെ ഇരുന്നപ്പോൾ ഇത് ഭഗവത്ഗീതയാണല്ലോ സത്സംഗം. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ സങ്കല്പിച്ചു, കൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നു, അർജുനൻ മുമ്പിലിരിക്കുന്നു, അദ്ദേഹം ഇങ്ങനെ മധുര വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ ഗീതയുടെ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സങ്കല്പിച്ച് എങ്ങനെ എനിക്ക് സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് എനിക്ക് കരച്ചിൽ വന്നു. എനിക്ക് സംസ്കൃതമൊന്നും അറിയില്ല. ചൈതന്യ മഹാപ്രഭു അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞ്, ഞാൻ അനുഭവിക്കുന്ന ആനന്ദം നിനക്കും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിനെ വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പാണ്ഡിത്യമോ ഒന്നും ആവശ്യമില്ല.
മനസ്സിനെ നിയന്ത്രിച്ച് സമാധാനമായിട്ട് മനസ്സിനെ ശാന്തമാക്കാൻ പഠിച്ചാൽ അതിൽ കൂടുതൽ ഒന്നും ആവശ്യമില്ല. പിന്നെ ലോകത്ത് പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ദരിദ്രനാരായണൻ എന്ന് വിചാരിച്ച് ദാരിദ്ര്യമുള്ളവരെ സഹായിക്കുക. നമ്മളെല്ലാവരും ഒന്നാണെന്ന് വിചാരിച്ച് ജീവിക്കുക. സർവഭൂതഹിതേ രഥമാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇതുണ്ടെങ്കിൽ ഈ രാജ്യവും നന്നാവും, ലോകവും നന്നാവും, നമ്മളെല്ലാവരും നന്നാവും, ഒന്നായിട്ട് നിൽക്കുന്നത് കൊണ്ട്. എന്താണ് ഏകം സത്? ഈ കാര്യം പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ നടക്കുന്നതല്ല, വേറെ യാതൊരു അജണ്ടയും ഇല്ല. ഈ വെയിലത്ത് 6500 കിലോമീറ്റർ നടന്നാൽ എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കിട്ടാനൊന്നും ഇല്ല, കൊടുക്കാനേ ഉള്ളൂ. അത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും അത് സാധ്യമാണ് എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞങ്ങൾ ഈ പാദയാത്ര നടക്കുന്നത്. അതുകൊണ്ട് ഒരപേക്ഷ, രാവിലെ സാധാരണ ഞങ്ങൾ 5:30 മണിക്കോ 6 മണിക്കോ ഇറങ്ങും. ഡെയിലി 20 കിലോമീറ്റർ വരെ നടക്കും. 20 കിലോമീറ്റർ. കുറച്ച് പേര് നമ്മുടെ കൂടെ നടന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു, ഇദ്ദേഹം നടന്നു. 2-3 ദിവസം നടന്നത് ഞാൻ കണ്ടു. ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെ നടന്നു. ഒരു 10 അടിയെങ്കിലും, 1 മണിക്കൂറെങ്കിലും, 1 മണിക്കൂർ നമ്മളൊരു 3 കിലോമീറ്റർ ആവില്ലേ, 1 മണിക്കൂറെങ്കിലും ഞങ്ങളുടെ കൂടെ നടന്നാൽ ഒരു വലിയ കാര്യമായിരിക്കും. എല്ലാവരും ഈ വാക്ക് ഓഫ് ഹോപ്പിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ തോന്നും. നമ്മളെല്ലാം ഒന്നാണെന്ന് നമുക്ക് തോന്നും. അത് ഹംസ എന്ന് ഉറച്ചു പറയരുത്. ഉറച്ചു പറഞ്ഞാൽ പിന്നെ ശ്വാസം ശ്രദ്ധിക്കാൻ പറ്റില്ല. മനസ്സിൽ അജപാജപം, അകത്തേക്ക് ശ്വാസമോ ഇപ്പോൾ ഹം, പുറത്തേക്ക് വരുമ്പോൾ ഷാ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് അല്ലെ 2-3 മിനിറ്റ് ഇത് മാത്രം ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും മനസ്സൊന്ന് സെറ്റിലാവും. മറ്റേതെപ്പോഴും ഇങ്ങനെ കറങ്ങി, അറിയാമല്ലോ, 1 മിനിറ്റിനകം 10 സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ അതല്ലാതെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് സെറ്റിലാവും. കാരണം എന്തെന്ന് വെച്ചാൽ ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പുറത്ത് ശ്രദ്ധ പോകാനായിട്ട് വഴിയില്ല, അകത്തേക്കാണ് ശ്രദ്ധ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് മനസ്സൊന്ന് ശാന്തമാവും. ആ സമയത്ത് ഹൃദയം, ഞാനിവിടെ ഹൃദയമെന്ന് പറയുന്നത് ഈ ഹൃദയമല്ല, ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഓർഗനല്ല, സെൻറ്റർ ഓഫ് കോൺഷ്യസ്നെസ്. യോഗത്തിൽ അതിനെ അനാഹത ചക്രം എന്ന് പറയും. സൂഫിമാർ അതിനെ കൽബ് എന്ന് പറയും. ഇത് ഇവിടെയാണ് ഞാൻ എന്ന് പറയുന്നത്. സാധാരണ ഞാനെന്ന് ഇങ്ങനെയല്ലേ പറയുന്നത്, ഞാനെന്ന് ഇങ്ങനെയല്ലല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ. അതെൻ്റെ സെൻറ്റർ ഓഫ് കോൺഷ്യസ്നെസ്സാണ്. അപ്പോൾ ഈ ഹം സോ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ അറ്റൻഷൻ കൊടുക്കണം, ശ്രദ്ധിക്കുക. അവിടെ 2 വിധത്തിൽ ധ്യാനം ചെയ്യാം. അപ്പോഴേക്ക് ധ്യാനം ചെയ്യാമെന്നുള്ള ആ കപ്പാസിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിയും. മനസ്സൊന്ന് സ്ലോ ഡൗൺ. ഒന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുകയാണെന്ന്, ആ വിളത്തിൽ നിന്നും പ്രകാശം ഇങ്ങനെ ശരീരം മുഴുവൻ പകരുന്നതാണ് എന്ന് വിചാരിക്കുക. എന്നിട്ട് മനസ്സിൽ ഓം എന്ന് ജപിക്കുക. അല്ലെങ്കിൽ ഇഷ്ടദേവതകളുണ്ടെങ്കിൽ ഇഷ്ടദേവതയെ അപ്പോൾ ആ ഹൃദയത്തിൽ ഒരു വെള്ള താമരപ്പൂവിൻ്റെ പുറത്ത് അങ്ങോട്ട് പ്രതിഷ്ഠ ചെയ്യുക. എന്നിട്ട് ആ ഇഷ്ടദേവതയുടെ മന്ത്രം മനസ്സിൽ ജപിക്കുക. മന്ത്രം ഓർമ്മയില്ലെങ്കിൽ വെറുതെ ഓം എന്ന് ജപിച്ചാൽ മതി. ശ്രീകൃഷ്ണനാണെങ്കിൽ നമോ നാരായണ എന്ന് ജപിക്കുക. എന്തെങ്കിലും ശിവനാണെങ്കിൽ ഓം നമഃശിവായ എന്ന് ജപിക്കുക. ഒന്നും വേണ്ട, ശിവലിംഗമാണെങ്കിലും ശരി. ഇല്ല, ഒരു വിളക്ക് കത്തിച്ച് അതിൻ്റെ ഫ്ലെയിം അകത്തിങ്ങനെ പ്രകാശം വരുന്നു എന്ന് വിചാരിച്ചാലും മതി. ഇത് ഏത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാം. ക്രിസ്ത്യൻ റിലിജൻ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനെ വേണം ഇവിടെ ധ്യാനിക്കാം. എന്ത് വിധത്തിൽ വേണം, ഒന്നുമില്ലെങ്കിൽ ഒരു പ്രകാശം ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കും. അതിനെ സൂഫിമാർ അതിന് നൂർ എന്ന് പറയും, വെളിച്ചം. അതായാലും അപ്പോൾ ഇത് ഏത് വിധത്തിലും വേണമെങ്കിലും ചെയ്യാം. അത് കുറേ നേരം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഓം ശാന്തി എന്ന് പറയും. അപ്പോൾ നിർത്തുക. ശാന്തി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പീസ്. ഇതാണ്. അപ്പോൾ ആദ്യം 3 പ്രാവശ്യം ഓം
എൻ്റെ കൂടെ ജപിക്കുക. ഇത് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് ചെയ്യണം. ഫ്രീ ആയിട്ടൊരു ദീക്ഷ കിട്ടുകയാണ് എന്നാലോചിച്ചെങ്കിലും ചെയ്യുക. ഓ